14.6 സെൻറ്റ് സ്ഥലത്ത് 4 ബെഡ്റൂമുകളിലായിട്ട് 4000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു വീട്. മനോഹരമായിട്ടുള്ള ഒരു വീടാണിത്. പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട് വരുന്ന സ്ഥലം എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 2.5 കിലോമീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് വീട് വരുന്നത്. പൂർണ്ണമായും ഒരു കണ്ടംപററി മോഡേൺ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയപറമ്പ് പ്രോപ്പർട്ടീസിൻ്റെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന 10 മീറ്റർ വിഡ്ത്തുള്ള BMBC നിലവാരത്തിലുള്ള റോഡാണ്. മെയിൻ റോഡിലേക്ക് ഇവിടെ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 150 മീറ്റർ മാത്രമാണ്. മെയിൻ റോഡിൽ നിന്നുള്ള വ്യൂയും ഈ വീടിന് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങി നിന്ന് നോക്കിയാൽ അറിയാം, നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ വലിയ മതിലാണ്, നല്ല ഹൈറ്റുള്ള മതിൽ, ഏകദേശം 10 അടി ഹൈറ്റിന് മുകളിൽ ഹൈറ്റുള്ള മതിലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ടെക്സ്ചർ വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ടൊരു പ്ലാന്റർ ബോക്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ എല്ലാം LED ലൈറ്റുകൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് പെഡസ്റ്റൽ ഗേറ്റ് വരുന്നത്. വലിയ ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയ ഹെവി ആയിട്ടുള്ള ഗേറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഡോർ ഫോൺ നൽകിയിട്ടുണ്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഡോർ ഫോൺ വഴി വീട്ടിലകത്തുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കത്തക്ക രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയും ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് നൽകിയിരിക്കുന്നത്. വലിയ ഹെവി ആയിട്ടുള്ള ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഇത് നോക്കിയാൽ അറിയാം, ഏകദേശം ഒരു 14 അടിയെങ്കിലും വലിപ്പമുള്ള വലിയ രീതിയുള്ള ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. മാനുവലായിട്ടും ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 ഹാൻഡിലുകൾ നൽകിയിട്ടുണ്ട്. അത് സ്റ്റീലിൻ്റെ ഹെവി ആയിട്ടുള്ള ഹാൻഡിലും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ വരുന്നുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കരിങ്കല്ലിൻ്റെ ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ UPVC വിൻഡോ, മുകൾ ഭാഗം വരെ എത്തുന്ന UPVC വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട്. ചെറിയൊരു കോർട്ട്യാർഡ്, ഒരു ചെറിയ പ്ലാന്റർ ബോക്സ് ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. ഇവിടെ വലിയൊരു ലോൺ ഏരിയയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവിടെ നാച്ചുറൽ ഗ്രാസ്, ബാംഗ്ലൂർ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം നമുക്കൊരു ഗാർഡൻ സ്പേസ് കാണാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വീണ്ടും വരികയാണെങ്കിൽ, വീടിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെ മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ചെറിയ പെബിൾസ് എല്ലാം നിരത്തി മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഒരുക്കിയിരിക്കുന്നത്. 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഒരു സ്റ്റെപ്പ് മുകളിലായിട്ട്, രണ്ടാമത്തെ സ്റ്റെപ്പ് വലിയ, മൂന്നാമത്തെ സ്റ്റെപ്പും നൽകിയിരിക്കുന്നു. ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഭാഗം ഈ വീടിൻ്റെ കാർ പോർച്ചും ഈ സിറ്റ് ഔട്ടും കൂടി കവർ ചെയ്യുന്ന ഈ ഭാഗമാണ്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഇവിടെ പാനലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം LED ലൈറ്റുകളും കൊടുത്തിരിക്കുന്നു. ഏകദേശം ഒരു 2 വലിയ വാഹനം ഈ കാർ പോർച്ചിൽ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ലഭ്യമാകുന്നുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ മുകൾ ഭാഗത്ത് മുഴുവൻ ആ ബോക്സി ടൈപ്പ് ഡിസൈൻ നമുക്ക് കാണാം. മോഡേൺ കണ്ടംപററി ഡിസൈനിൻ്റെ ആ ഭംഗി ഈ വീട്ടിൽ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാർ പോർച്ചിൻ്റെ മുകളിലായിട്ട് അതേപോലെ തന്നെയുള്ള ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം മനോഹരമായിട്ടുള്ള രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ കാർ പോർച്ചിലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ കാർ പോർച്ചിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം വർക്കുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽസ്, സ്ക്വയർ ട്യൂബുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വീടിൻ്റെ വർക്കുകൾ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ പ്ലാന്റർ ബോക്സുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ധാരാളം ചെടികളെല്ലാം അവിടെയും വരുന്നുണ്ട്. മുൻവശത്ത് നമുക്ക് ഏകദേശം മിനിമം ഒരു 10 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. വീടിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തും അത്യാവശ്യം ഒരു സ്ഥല സൗകര്യം ലഭ്യമായിട്ടുണ്ട്. ഇവിടെ ചെറിയ പ്ലാന്റർ ബോക്സുകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ്, വീടിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വശമാണ്. അവിടെയും നമുക്ക് പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നതായി കാണാം. കിണർ വെള്ളം ഇവിടെ വരുന്നുണ്ട്. ഇതാണ് കിണർ വരുന്ന പോർഷൻ. വലിയ കിണർ, നല്ല രീതിയിൽ നിർമ്മിച്ച ഒരു കിണർ, ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് ഉള്ളത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീടിൻ്റെ പുറകു വശത്തേക്കാണ് പോകുന്നത്. ഇവിടെയാണ് വീടിൻ്റെ ബാക്ക് വശം വരുന്നത്. ഇവിടെ നമുക്ക് സിലിണ്ടർ വെക്കാനുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കോർട്ട്യാർഡ് സ്പേസ് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ എല്ലാം ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് അത്യാവശ്യം പുറകുവശത്തും അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ലഭ്യമാകുന്നത് നോക്കിയാൽ അറിയാം. അത്യാവശ്യം വലിയ സ്പേസ് ഈ വീടിന് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ഈ വശം കൂടി കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഇവിടെയും ഒരു കോർട്ട്യാർഡ് സ്പേസ് നമുക്ക് കാണാം. വീടിൻ്റെ ഒരു വശമാണ് ഇത് കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നടന്നാൽ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോകാം. വലിയ വിൻഡോകളാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് നോക്കിയാൽ അറിയാം, വലിയ UPVC വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സ്റ്റെപ്പുകളാണ് ഇത് നൽകിയിരിക്കുന്നത്. വലിയ സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നു. 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. ഈ അവസാന സ്റ്റെപ്പിലാണ് സിറ്റ് ഔട്ട് വരുന്നത്. ഈ ഭാഗം വേണമെങ്കിൽ നമുക്ക് സിറ്റ് ഔട്ടായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോർ വരുന്നത് ഈ ഭാഗത്താണ്. തേക്കുഡിലാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറ് നൽകിയിരിക്കുന്നു. നോക്കിയാൽ അറിയാം, വലിയ മെയിൻ ഡോർ ഇവിടെ നൽകിയിരിക്കുന്നു. കട്ടിളകളെല്ലാം മെയിൻ തേക്കുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു നമ്പർ ലോക്കുള്ള ഹാൻഡിലും നൽകിയിട്ടുണ്ട്. അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന വലിയ വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് ലിവിങ് സ്പേസ്. നല്ല പ്രകാശം ഈ വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. 2 വശത്തും വലിയ ജനലുകൾ, ലാമിനേറ്റഡ് ഗ്ലാസ്സാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റി വൈസ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണിത്. ഇവിടെ നമുക്ക് വാൾ പേപ്പറും നൽകിയിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട്. അത് സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെയും ഗ്ലാസ് വർക്ക് കാണാം. ഫ്രണ്ടിൽ നിന്ന് കണ്ട നമ്മൾ ആ UPVC വിൻഡോയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നമുക്കൊരു വാൾ ആർട്ടും മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് നമുക്ക് പോകാം. ഒരു ഫോയർ സ്പേസിൽ നിന്നാണ് 2 ഭാഗത്തേക്ക് നമ്മൾ തിരിയുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ 2 ഡെപ്തുള്ള ഭാഗങ്ങൾ കാണാം. ഇവിടെ ഡൈനിങ് സ്പേസിൻ്റെ ഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർട്ട്യാർഡ് പോലെ ഒരു ഭാഗം ഇവിടെയും നൽകിയിട്ടുണ്ട്. ഏകദേശം ഒരേ കളർ തീം വരുന്ന ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇത് പുറത്തു നിന്ന് കണ്ട ആ ജനലാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയറെല്ലാം വളരെ ഹെവി ആയിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കോർട്ട്യാർഡ് സ്പേസാണ്. നമുക്ക് ഇവിടെ ഒരു ഷട്ടർ നൽകിയിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് താഴേക്ക് ഇറക്കാവുന്ന രീതിയിലാണ് ഈ ഷട്ടർ നൽകിയിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പണാക്കി ഇടാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ആക്കാനുള്ള സ്വിച്ച് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മിറർ, മനോഹരമായിട്ടുള്ള ഒരു മിറർ സെറ്റപ്പ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ടാപ്പ്, ഇതൊരു ഇങ്ങനെ തിരിച്ചാൽ മാത്രമാണ് ഇവിടെ വെള്ളം വരിക. നല്ല ഭംഗിയുള്ള ഒരു ടാപ്പും ഇവിടെ നൽകിയിട്ടുണ്ട്. മുകളിൽ സ്ക്വയർ ടോപ്പ് ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്കാണ്. പുറത്തേക്ക് ഇറങ്ങി നിന്ന് നോക്കിയാൽ നമുക്കറിയാം മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് പോയതിന് പകരം ഇവിടെ വെള്ളം ചാറത്തക്ക രീതിയിലുള്ള ഒരു വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ജനൽ, ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ക്ലാഡിംഗ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇത് കിച്ചണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഈ ഡൈനിങ് സ്പേസിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. രണ്ട് മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം തേക്കൂട്ടിലാണ് ഈ ഭാഗമെല്ലാം ഫിനിഷ് ചെയ്ത് വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം. ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. നമ്മളിവിടെ ആ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലത്തെ ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിരുന്നു. ഈ ഭാഗത്തായിട്ടാണ് എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ക്വാർട്സാണ് ഇതിൻ്റെ മുകളിലായിട്ട് കൗണ്ടർ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഒരുപാട് സജ്ജീകരണമുള്ള വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ തന്നെ ഒരു ഹുഡും ഹോവും നൽകിയിരിക്കുന്നു. കിച്ചൺ വിൻഡോ എല്ലാം നൽകിയിരിക്കുന്നത് തേക്കൂട്ടിലാണ്. ഇവിടെ നല്ല ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് താഴെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ ഹാങ്ങിങ് ലൈറ്റും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗി ഈ അടുക്കളയ്ക്ക് നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. കിച്ചന് പുറമെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ എന്ന് തന്നെ പറയാം. രണ്ടും കൂടി ഇത് വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. മെയിൻ കിച്ചൺ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയും വലിയ ഒരു സ്പേസ് നമുക്ക് കാണാം. സെയിം ടൈപ്പ് മെറ്റീരിയൽസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിലെ കബോർഡുകളെല്ലാം ഏകദേശം 25 വർഷം വാറൻറ്റിയുള്ള പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് UPVC ആണ് ഇവിടെയെല്ലാം നൽകിയിരിക്കുന്നത്. ഇവിടെയും ചിമ്മിനികൾ നൽകിയിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ഏരിയയാണ്. ആ കിച്ചൻ്റെ പുറകുവശമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഒരു നല്ല ഭംഗിയിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു ക്ലോക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് താഴത്തെ നിലയിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം തേക്കൂട്ടിലാണ് ഇതിൻ്റെ ഡോറുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ബെഡ്റൂം. മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെ, വലിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. ഇവിടെ കാർ പോർച്ചിൽ നിന്ന് കണ്ട ഒരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് ഈ ബെഡ്റൂമിലേക്ക് ഇറക്കാനുണ്ട്. ഒരു ബാൽക്കണി പോലെ ഒരു സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ അത്യാവശ്യം വന്നിരിക്കാനോ പത്രം വായിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് അവിടെ ഹാൻഡ് റെയിലും നൽകിയിട്ടുണ്ട്. ഇനി വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വലിയ വാർഡ്രോബ്, സ്ലൈഡിങ് വാർഡ്രോബാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോക്കിയാൽ അറിയാം, വലിയ സ്ലൈഡിങ് വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ LED ലൈറ്റുകൾ കൊടുത്തിട്ട് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ സജ്ജീകരിച്ചിരിക്കുന്നു. അതെല്ലാം ഭംഗിയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബറിലാണ് വരുന്നത്. ഗ്ലാസ് പാർട്ടീഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നത്. വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെ തിരിച്ചിരിക്കുന്നു. വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. മുകളിൽ നിന്നാണ് ഷവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. റേക്ക എന്ന കമ്പനിയുടേതാണ് ഈ ക്ലോസറ്റും ഇതിൻ്റെ ഫിറ്റിങ്സും എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സുകളാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഒരു വാനിറ്റി കൗണ്ടർ നൽകിയിരിക്കുന്നു. അതിന് മുകളിലായിട്ട് മനോഹരമായിട്ടൊരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഒരു ടാപ്പ് വരുന്നു. ഇവിടെ ഒരു മിററും ഭംഗിയിൽ തന്നെ നൽകിയിരിക്കുന്നുണ്ട്. അപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിലാണ് ബാത്റൂമും സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ് വരുന്നത്. ആ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ആ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. ഡോറ് നേരത്തെ പറഞ്ഞ പോലെ തേക്കൂട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും ബാൽക്കണി അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ഒരു ബാൽക്കണി ഉണ്ടല്ലേ, അതുപോലെ തന്നെ ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു. മെയിൻ കബോർഡ്
വരുന്നത് ഇവിടെയാണ്, വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. മുകളിലും താഴെയുമായിട്ട് സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് സ്ലൈഡിങ് വാർഡ്രോബുകൾ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. വലിയ മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു LED ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂം എല്ലാം നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ബാത്റൂമുകളാണ്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ നിർമ്മിച്ച ബാത്റൂമുകളാണ്. ഇവിടെ വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെയും തിരിച്ചിട്ടുണ്ട്. മുകളിൽ ഷവർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ക്ലോസറ്റ്, ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ, എല്ലാ ഫിറ്റിങ്സുകളും എല്ലാം മിററും എല്ലാം ഭംഗിയിൽ തന്നെയാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നത്. വളരെ മികച്ച രീതിയിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ നിലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഈ ഡൈനിങ് സ്പേസിൻ്റെ മുകളിലേക്കാണ്. ഇത് സ്ക്വയർ ട്യൂബിൽ ചാനൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വുഡാണ്. അതുപോലത്തെ ഹാൻഡ് റെയിലും വുഡ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ടഫൻഡ് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്ത മനോഹരമായിട്ടിരിക്കും. ഇവിടെ 2 ടൈപ്പുള്ള കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടനും കൊടുത്തിരിക്കുന്നു. ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ. അപ്പോൾ വലിയ ഗ്ലാസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പുറകുവശത്ത് ഷിയർ കർട്ടൻ നൽകിയിരിക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഔട്ട് കർട്ടനും നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഒരു ഷാൻലിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു ഷാൻലിയറാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇങ്ങനെ യു ഷേപ്പിലാണ് അപ്പർ ലിവിങ് ഏരിയ പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയർ നൽകിയിട്ടുണ്ട്. അത് ആ ഡൈനിങ് സ്പേസിലേക്ക് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ ചെറിയൊരു പോട്ട് വച്ചിരിക്കുന്നു. ഈ വാളിലെല്ലാം വാൾ ഡെക്കർ ഐറ്റംസ് സജ്ജീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് 3ാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഭംഗിയുള്ളൊരു ബെഡ്റൂം തന്നെ. ഇവിടെ നമുക്ക് ഒരു ബേ വിൻഡോ കൺസെപ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിരിക്കുന്നു. ഈ ഭാഗമെല്ലാം നമുക്ക് സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തുറന്നിട്ടാൽ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് നല്ല പ്രകാശം വരും. അതിന് വേണ്ടിയിട്ട് നല്ല സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ നല്ല സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബിൻ്റെ സ്ഥാനം വരുന്നത്. മനോഹരമായിട്ടുള്ള വാർഡ്രോബ് നൽകിയിരിക്കുന്നു. താഴത്ത് കണ്ട അതേ ബെഡ്റൂമിൻ്റെ അതേ ഫിറ്റിങ്സും അതേ സെറ്റിങ്സും തന്നെയാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗത്ത് മിററും ഡ്രസ്സിങ് ഏരിയയും ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ വലിയ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ അറിയാം, ഭംഗിയുള്ളൊരു ബാത്റൂം തന്നെ. നേരത്തെ കണ്ട അതേ ഫിറ്റിങ്സുകൾ, അതേ മിററും സെറ്റിങ്സും എല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി കാണാനുള്ളത് 4ാമത്തെ ബെഡ്റൂമാണ്. ആ ബെഡ്റൂം വരുന്നത് ആ ഭാഗത്തായിട്ട്. ഓക്കെ, ഇതാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ എല്ലാ ബെഡ്റൂമുകൾക്കും നമുക്കൊരു ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാൽക്കണി വരുന്നത് ഇവിടെയാണ്. നല്ല കാറ്റൊക്കെ കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഇതിൻ്റെ ബാൽക്കണി നൽകിയിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള പാരപ്പറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരുക്കിയിരിക്കുന്നു. ഇവിടെയാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. വലിയ വാർഡ്രോബ്, സെയിം വാർഡ്രോബാണ്. വലിയ മുകളിലും താഴെയുമായിട്ടുള്ള വലിയ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്, ബാത്റൂം വരുന്നത്. ഭംഗിയുള്ളൊരു ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിരിക്കുന്ന ഒരു ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിനൊരു തിയേറ്റർ റൂം കൂടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഹോം തിയേറ്റർ റൂം നൽകിയിട്ടുണ്ട്. അതൊന്നാണ്. ഇവിടെയാണ് ഹോം തിയേറ്റർ റൂം നൽകിയിരിക്കുന്നത്. തേക്കൂട്ടിലാണ് അതിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത്. 2 ഡോറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു തിയേറ്റർ റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സൗണ്ട് പ്രൂഫാണ് നൽകിയിരിക്കുന്നത്. ഇതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. 2 റിക്ലൈനറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 അല്ല 4 റിക്ലൈനർ സീറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. എല്ലാം ഭംഗിയിൽ തന്നെ ഈ ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിനകത്ത് നല്ലൊരു തിയേറ്റർ. ഇനി 2 ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട്. അതുകൂടി കാണാം.
ഇതാണ് മറ്റൊരു ബാൽക്കണി വരുന്നത്. വീടിൻ്റെ പുറകുവശത്തായിട്ട് അതൊക്കെ നമ്മുടെ ഡൈനിങ് സ്പേസിൻ്റെ മുകളിലോട്ടുള്ള ഏരിയയാണ്. ഇതിൻ്റെ മുകളിലും സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വെള്ളമൊന്നും വീഴുന്നതല്ല. ഇവിടെ ഹാൻഡ് റെയിൽ ഒരുക്കിയിട്ടുണ്ട്. ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയയും ഒരുക്കിയിരിക്കുന്നത്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട് നമുക്ക് ആ ഗോപടി ഉപയോഗിക്കാവുന്നതാണ്. ടെറസിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത്. തേക്കുട്ടിലാണ് ഡോറ്. വലിയ ഹെവി ആയിട്ടുള്ള ഡോറുകളാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര നല്ല ക്വാളിറ്റിയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാൽക്കണി. മെയിൻ ബാൽക്കണി വരുന്നത് ഇവിടെയാണ്. ഇവിടെ നമുക്ക് ചെടികളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ സിലിണ്ടറിക്കൽ ലാമ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മാറ്റ് ഫിനിഷുള്ള സ്ക്വയർ ട്യൂബിലാണ് ഇതിൻ്റെ ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. ഇത് ടഫ് ആൻഡ് ഗ്ലാസുമാണ് ചെയ്തിരിക്കുന്നത്. 14.6 സെൻറ്റ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്. 6 ബാൽക്കണികൾ നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ലോട്ടുകൾ ഇവിടെയുണ്ട്. ഏകദേശം ഒരു 10 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത്. ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഈ വീടിന് ചോദിക്കുന്ന വില 2,98,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് എങ്കിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.